ആ ഫോട്ടോ ഒക്കെ നിങ്ങൾ കാണുമ്പോൾ അറിയാം. അത് ഭയങ്കര ചോരയും കട്ടയ്ക്ക് ചോരയായിട്ടുള്ള സംഭവം. അത് ആ വഴിയിലോട്ട് ഇറങ്ങുന്നിടത്തായിരുന്നു. പറഞ്ഞ് അയാൾ ശനി ഞായർ മാത്രമേ വരുന്നുള്ളൂ, ബാക്കിയുള്ള ദിവസം വേറെ വണ്ടിയാണ് വരുന്നതെന്ന്. സ്ഥിരം വെളുപ്പിന് 60 മാന്യം പണ്ടം, അതുപോലെ കുടൽ, ഇങ്ങനെയുള്ള വേസ്റ്റുകൾ ഇതെല്ലാം കൊണ്ട് പാലത്തിൽ നിന്ന് വലിച്ചെറിയുക. കന്നുകാലിയുടെ ചോകരയും അതിൻ്റെ കഴുത്തേലെ കയറും എല്ലാം അവിടെ ഇവിടെ ഇട്ടിട്ട് കുളിക്കാൻ വന്ന സ്ത്രീകൾ ഭയന്ന് തിരിച്ചു കയറി പോവുകയൊക്കെ ചെയ്തു. നമസ്കാരം. പുഴയിൽ മാലിന്യം തള്ളിയവരെ ഉറക്കമൊഴിച്ചിരുന്ന് പിടികൂടിയ ഈ നാട്ടുകാരാണ് താരങ്ങൾ. കോട്ടയം ജില്ലയിലെ എരുമേലി ഗ്രാമപഞ്ചായത്തിൽ ചേരപ്പാടി കടവനാൽ കടവ് എന്ന സ്ഥലത്താണ് പതിവായി മാലിന്യം തള്ളാൻ എത്തിയവരെ നാട്ടുകാർ കയ്യോടെ പിടികൂടിയിരിക്കുന്നത്. അവരെ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ഈ പാലത്തിലാണ് ഏറ്റവും കൂടുതൽ അറബുശാല മാലിന്യം ഉൾപ്പെടെ തള്ളിയത്. നിങ്ങളൊക്കെ കൂടിയാണ് അത് പിടികൂടിയത്? അതെ അതെ. ഇവിടെ എന്തായിരുന്നു സംഭവം? ഇത് ഒരു 3-4 മാസമായിട്ട് സ്ഥിരം വെളുപ്പിന് 60 മാന്യം പണ്ടം, അതുപോലെ കുടൽ, ഇങ്ങനെയുള്ള വേസ്റ്റുകൾ ഇതെല്ലാം കൊണ്ട് പാലത്തിൽ നിന്ന് വലിച്ചെറിയുക. വെളുപ്പിന് ഒരു 5 മണിക്കും 4 മണി മുതൽ 5:30 വരെയുള്ള സമയത്താണ് ഇത് മുഴുവൻ തള്ളുന്നത്. ഇത് നമ്മൾ ആയിരക്കണക്കിന് ആൾക്കാർ ഉപയോഗിക്കുന്ന ജലമാണിത്. കുളിക്കാൻ, പാത്രം കഴുകാൻ, വീട്ടിലെ ഉപയോഗത്തിന് എല്ലാവരും വേനൽക്കാലത്ത് പമ്പ് ചെയ്തെടുക്കുന്ന ജലമാണ്. ഈ ജലത്തിനകത്ത് ഇതുപോലെ മാലിന്യം തള്ളുമ്പം സഹിക്കാൻ പറ്റില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറേ ആൾക്കാർ ഇവിടെ രാത്രി ഒരു 3 മണി മുതൽ 2-3 ദിവസമായിട്ട് മെനക്കെടാൻ തുടങ്ങി. കഴിഞ്ഞ വ്യാഴാഴ്ച ഈ പാലത്തിൻ്റെ റോഡിന് നടുക്ക് പണ്ടം തള്ളിയിട്ടുണ്ടായിരുന്നു. അത് ആരിലേക്ക് പോയില്ല. അതിൻ്റെ തലേദിവസം പുളിയടവിലേക്ക് ഇറങ്ങി പോകുന്ന വഴിക്ക് ഒരു ബക്കറ്റ് നിറച്ചും ഈ കന്നുകാലിയുടെ ചോകരയും അതിൻ്റെ കഴുത്തേലെ കയറും എല്ലാം അവിടെ ഇവിടെ ഇട്ടിട്ട് കുളിക്കാൻ വന്ന സ്ത്രീകൾ ഭയന്ന് തിരിച്ചു കയറി പോവുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ കുറേ ആൾക്കാർ പിടിച്ചു. നിങ്ങൾ എങ്ങനെയാണ് പിടികൂടുന്നത്? ഞങ്ങൾ 2 ഗ്രൂപ്പായിട്ട് പാലത്തിൻ്റെ അക്കരയും ഇക്കരയും തമ്പടിച്ച് നിന്നു. പാലത്തിൻ്റെ അവിടെ സ്റ്റെപ്പിൽ മാറി നിന്നു. ഇവിടെയും ഏത് സൈഡിൽ നിന്നാണ് വരുന്നതെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഇന്നലെ തൊട്ട് ഇങ്ങനെ 3 മണി തൊട്ട് വെയിറ്റ് ചെയ്ത് നിന്നു. ഇന്നലെ ആരും വന്നില്ല. ഇന്നും അങ്ങനെ 3 മണി മുതൽ വെയിറ്റ് ചെയ്ത് നിന്നു. ഏകദേശം ഒരു 5 മണി കഴിഞ്ഞ സമയത്ത് ഒരു പാസഞ്ചർ ആപ്പേ വന്നു. അത് ഇവിടെ വന്ന് ഫ്ലോ ചെയ്തു. അതിൽ നിന്ന് എടുത്ത് വലിയ കൂടിനകത്താക്കി എറിഞ്ഞു. സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ 2 സൈഡിൽ നിന്നും ആൾക്കാർ വന്ന് തടഞ്ഞു. അവരെ തടഞ്ഞു. അപ്പം ഓട്ടോക്കാരൻ അയാൾ ശനി ഞായർ മാത്രമേ വരുന്നുള്ളൂ, ബാക്കിയുള്ള ദിവസം വേറെ വണ്ടിയാണ് വരുന്നതെന്ന് പറഞ്ഞു. ഇത് കശാപ്പുകാരനായിട്ട് ഒരാളുണ്ടായിരുന്നു. പുള്ളി ഒന്നും വേണ്ടിയില്ല, പുള്ളി ഇത് ചെയ്തതെന്നുള്ള സമ്മതിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയാം, ഈ കൊച്ചു പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്ന ഇതിലെങ്ങോട്ട് ഇറങ്ങി പോകുന്ന വീടുകളൊക്കെ ഉള്ള ആ ഫോട്ടോ ഒക്കെ നിങ്ങൾ കാണുമ്പോൾ അറിയാം. അത് ഭയങ്കര ചോരയും കട്ടയ്ക്ക് ചോരയായിട്ടുള്ള സംഭവം. അത് ആ വഴിയിലോട്ട് ഇറങ്ങുന്നിടത്തായിരുന്നു കിടന്നത്. അതിന് മുന്നേ ഉള്ള ദിവസങ്ങളിൽ ഈ താഴെ കാണാം, ഈ കുളിക്കടവിൽ ഈ ഒഴുക്കങ്ങ് കുറഞ്ഞു. ഈ സാധനം വന്ന് ഇവിടെ വന്ന് കിടക്കും. അതങ്ങ് അഴുകി ഭയങ്കര സ്മെല്ലുമായിട്ട് വന്നു. ഈ വെള്ളം താഴെ ചെന്ന് കരിമ്പയത്ത് പമ്പ് ഹൗസുള്ള എനിക്ക് തോന്നുന്നത് 4 പഞ്ചായത്തിലേക്കുള്ള വെള്ളം സപ്ലൈ ചെയ്യുന്ന ഈ വെള്ളമാണ്. അപ്പം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇതെങ്ങനെ ഇത് പിടിച്ചേ അടങ്ങുമെന്നോ തീരുമാനിച്ച് ഞങ്ങൾ മെനക്കെട്ട് നിന്ന് കുറച്ച് പേര്. അതിൻ്റെ കഷ്ടപ്പെട്ടതിൻ്റെ ഫലം ഇന്ന് തന്നെ അതിലും ഉണ്ടായി. ഇനിയിപ്പം ഇതിലെ ആരും വരുവരെന്നാണ് വിശ്വസിക്കുന്നത്. ഇനി അങ്ങനെ കാവലിരിക്കും ഉറപ്പായിട്ടും. ഇനി എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യുമോ? അങ്ങനെയല്ല, നമ്മൾ കൈകാര്യം ചെയ്യാന്നുള്ളതല്ല, നിയമപരമായിട്ട് നമ്മൾ നേരിടുക എന്നുള്ളത്. നമ്മളാരും കായികമായിട്ടുള്ള സംവിധാനമൊന്നുമില്ല. പിന്നെ ഈ പ്രദേശം എന്ന് പറയുന്നത് താരതമ്യേന ജലക്ഷാമം രൂക്ഷമുള്ള പ്രദേശമാണ്. ഈ ഭാഗത്തുള്ള മുഴുവൻ ആളുകളെയും മണിമലയാറിനെ ആശ്രയിച്ചാണ് വേനൽക്കാലത്തൊക്കെ ജീവിക്കുന്നത്. അപ്പം അത് വളരെ മോശമായിട്ടുള്ളൊരു സംവിധാനമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇത് ഭയങ്കര രൂക്ഷമായ രീതിയിൽ ഈ ഒരു സംവിധാനം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സഹി കെട്ടിട്ട് നാട്ടുകാർ കൂടി ചെയ്ത ഒരു സംവിധാനമാണ്. എന്തായിരുന്നാലും അത് നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി കുളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കിടയിലേക്ക് കുളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കിടയിലേക്കെന്ന് പറഞ്ഞാൽ ഈ അറവ് മാലിന്യമല്ല, അല്ലാതുള്ള മാലിന്യങ്ങളൊക്കെ എറിയുന്ന ആൾക്കാരുണ്ട്.
ഉണ്ട്. അത് ഫുഡും അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ കൊണ്ടിടുന്നുണ്ട്. പക്ഷേ എന്നാലും ഇവിടെ ഈ കുളികടവിലോട്ടാണ് ഇത് കൊണ്ടിടുന്നത്. ഇവിടെ നിന്ന് ഇതിൻ്റെ നേരെ താഴെ എല്ലാം കുളികടവുകളാണ്. അങ്ങ് അക്കരെ രണ്ട് സൈഡിലും കുളികടവുകളാണ്. അപ്പോൾ ഇത് പാലത്തിൽ നിന്ന് താഴോട്ട് ഇട്ട് കഴിയുമ്പോൾ ഈ കുളികടവിലാണ് കിടക്കുന്നത്. ഇത് ഒഴുക്കില്ലല്ലോ, ഇപ്പോൾ ഒഴുക്കില്ല, അത് കാരണം ഇത് ഒഴുകി പോകത്തില്ല. ഇവിടെ കെട്ടിക്കിടക്കുന്ന ഒരു സംവിധാനം ഇപ്പം കുറേ ദിവസത്തെ ആയിട്ട് ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർ നിയമത്തിൻ്റെ മുന്നിലെത്തിക്കുക എന്നുള്ളതല്ല, കായികമായിട്ട് നമ്മളാരെയും ഒന്നും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ആയില്ല. ഏതായാലും ഇത് ഈ പാലം കടവനാൽ കടവ് പാലത്തിന് മുകളിൽ വന്നിട്ട് വാഹനം നിർത്തിയാണ് താഴേക്ക് മാലിന്യം തള്ളിക്കൊണ്ടിരുന്നത്. ഇത് സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒന്ന് വാഹനത്തിൻ്റെ ഡ്രൈവറാണ്, മറ്റൊന്ന് കോൾഡ് സ്റ്റോറേജ് നടത്തുന്ന നൗഫൽ എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. റാന്നിക്ക് സമീപമാണ് അയാൾ ഈ കോൾഡ് സ്റ്റോറേജ് നടത്തുന്നത്. അവിടേക്ക് നിന്നുള്ള മാലിന്യമാണ് ഇവിടെ പതിവായി തള്ളിക്കൊണ്ടിരുന്നത്. നാട്ടുകാർ അതേ തുടർന്ന് വലിയ ദുരിതമായതിനെ തുടർന്നാണ് നാട്ടുകാർ രാത്രിയിൽ ഉറക്കമൊഴിച്ചിരിക്കുകയായിരുന്നു. അവർ ഏകദേശം 5-10 പേരോളം ആളുകൾ ഉണ്ടായിരുന്നു. അവർ ഇവിടെ ഇരിക്കുമ്പോഴാണ് രാത്രിയിൽ മാലിന്യം തള്ളുന്നതിനായി വാഹനം എത്തുന്നത് കാണുന്നു. പിന്നീട് ഇവർ ഇത് തടയുകയായിരുന്നു. ഈ മാലിന്യം മുഴുവൻ ഈ പ്രദേശത്തുള്ള സ്ഥലത്തു നിന്നും മാലിന്യം അവരെ കൊണ്ട് അത് വാരിയടിപ്പിച്ച് ഒരു കുഴി കുത്തി റബ്ബർ തോട്ടത്തിൽ തന്നെ കുഴിച്ച് മൂടുകയും ചെയ്തു. ഇതിനുശേഷമാണ് പോലീസ് എത്തുന്നത്. പിന്നീട് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തി പരിശോധന നടത്തുകയും ചെയ്തു. ഏതായാലും ഈ മാലിന്യം അറവുശാല മാലിന്യങ്ങളൊക്കെ ഈ പരിസരവാസ മേഖലയിലേക്കോ റോഡിലേക്കുമൊക്കെ തള്ളുന്നതിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങളും പരാതികളുമൊക്കെ ഉയരുന്ന സാഹചര്യത്തിൽ പോലീസോ മറ്റു അധികൃതരൊക്കെ പരിശോധന നടത്താൻ സാധിക്കാതെ വരുന്ന അവരുടെ പരിശോധനകൾ പരിമിതമായി വരുന്ന സാഹചര്യത്തിലാണ് നാട്ടുകാർ തന്നെ ഇത്തരത്തിൽ രംഗത്തിറങ്ങി ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നതിനായി വന്ന ആളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഇതൊരു മാതൃകാപരമായ ഒരു പ്രവർത്തനം തന്നെയാണ്. ഈ നാട്ടുകാർ അവർ മിടുക്കന്മാരെന്നാണ് ഇപ്പോൾ എല്ലാവരും അവരെ പറയുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR സാം, മറുനാടൻ മലയാളി, കോട്ടയം.